Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഈ മാസം 25-ാം തീയതിയാണ് എക്സാം നടക്കാൻ പോകുന്നത്. സോ ഡെയിലി MCQസിൽ നമ്മൾ ഇൻകം ടാക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ജൂനിയർ അക്കൗണ്ടിൻ്റെ 2 ബാച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ക്രാഷ് ബാച്ചിന് ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ MCQ ആൻഡ് മോക്ക് ടെസ്റ്റ് മാത്രമായിട്ടുള്ള ബാച്ചും അവൈലബിൾ ആണ്. സോ ലാസ്റ്റ് ലാപ്പിൽ ഒരു എഡ്ജ് ലഭിക്കാൻ നിങ്ങൾ നിർബന്ധമായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഇനി നമ്മൾ കൊമേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇൻകം ടാക്സ് ഏരിയനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ചോദ്യം ഇതാണ് ആദ്യത്തെ. റിഗാർഡിംഗ് കോമ്പോണൻറ്റ്സ് ഓഫ് സാലറി. നമ്പർ 1, ബോണസ് ഈസ് ടാക്സബിൾ ഓൺലി വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് ബൈ ദ എംപ്ലോയി. നമ്പർ 2, ഫീസ് ആൻഡ് കമ്മീഷൻ പെയ്ഡ് ടു എ director who is also an employee are taxed under salary. Advance salary is taxable in the year of receipt, but arrears of salary are taxable only when they are due. 1 and 2, 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ബോണസ് ഈസ് ടാക്സബിൾ ഓൺലി വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് ബൈ ദ എംപ്ലോയി. കറക്റ്റാണ്. ബോണസ് കിട്ടുമ്പോൾ തന്നെയാണ് ടാക്സബിൾ ആവുള്ളൂ. കറക്റ്റാണ്. നമ്പർ 2, ഫീസ് ആൻഡ് കമ്മീഷൻ പെയ്ഡ് ടു എ director who is also an employee are taxed under salary. എംപ്ലോയർ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ കൊടുക്കുന്ന എല്ലാതും സാലറിയുടെ കീഴിൽ വരും, ടാക്സബിൾ ആണ്. ഇപ്പോൾ എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ടാക്സ് കൊടുക്കണം. ദെൻ നെക്സ്റ്റ്, അഡ്വാൻസ് സാലറി ഈസ് ടാക്സബിൾ ഇൻ ദ ഇയർ ഓഫ് റിസീപ്റ്റ്, ബട്ട് അരിയേഴ്സ് ഓഫ് സാലറി ആർ ടാക്സബിൾ ഓൺലി വെൻ ദേ ആർ ഡ്യൂ. അത് തെറ്റാണ്. രണ്ടും രണ്ടല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ആണെങ്കിലും അരിയേഴ്സ് ആണെങ്കിലും അതിൻ്റെ റൂൾ എന്താ? റിസീപ്റ്റ് ഓർ ഡ്യൂ, വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണെങ്കിൽ അതിൻ്റെ ബേസിൽ അങ്ങനെയാണ് വരുന്നത്. എന്താണ്? റിസീപ്റ്റ് ഓർ ഡ്യൂ. റിസീപ്റ്റ് ആണോ ഡ്യൂ ആയതാണോ വിച്ച് എവർ ഈസ് ഏർലിയർ, അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ്. അഡ്വാൻസ് ആണെങ്കിലും അരിയർ ആണെങ്കിലും. ഓക്കെ, സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1ഉം 2ഉം ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. നമ്പർ 2, നമ്പർ 3 VRSനെ പറ്റിയിട്ടുള്ള റിട്രിച്ച്മെൻറ്റ് കോമ്പൻസേഷൻ ഈസ് എക്സംപ്റ്റ് അപ് ടു ₹5 lakh under section 10 subsection 10B. Then exemption for VRS can be claimed over multiple assessment years. VRS exemption is available only to employees of public sector companies. Only 1 and 2, 2 and 3 all are correct. So നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് റിട്രിച്ച്മെൻറ്റ് കോമ്പൻസേഷൻ ഈസ് എക്സംപ്റ്റ് അപ് ടു ₹5 lakh under section 10 subsection 10B. കറക്റ്റാണ്. ലിമിറ്റ് 5 lakhs ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമ്പർ 2, exemption for voluntary retirement scheme VRS can be claimed over multiple assessment years. അത് തെറ്റാണ്. 1 time relief ആണ്. ഒറ്റ പ്രാവശ്യം തന്നെയാണ് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്, VRS exemption ഈസ് അവൈലബിൾ ഓൺലി ടു എംപ്ലോയീസ് ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്. അത് തെറ്റാണ്. ഈ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് ആവട്ടെ, പ്രൈവറ്റ്, അവർക്കൊക്കെ VRS exemption അവൈലബിൾ ആണ്. ഗൈഡ് ലൈൻ ഉണ്ടല്ലോ, ഗൈഡ് ലൈൻ ഫോളോ ചെയ്യുന്നവർക്ക്. 1 മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4 regarding perquisites. The value of interest-free loans is taxable if the aggregate loan amount exceeds ₹20,000. Free meals provided during office hours are exempt up to ₹50 per meal. Gift vouchers provided by an employer are fully exempt if the value is below ₹10,000. 1 and 2, 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. Number 1, the value of interest-free loans is taxable if the aggregate value exceeds ₹20,000. കറക്റ്റാണ്.
20 കൂടുമ്പോഴാണ് അവിടെ ടാക്സബിൾ ആവുക കേട്ടോ. നമ്പർ 2, ഫ്രീ മീൽസ് പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ ഓഫീസ് അവേഴ്സ് എക്സംപ്റ്റ് അപ് ടു 50 rupees പെർ മീൽ. അതും കറക്റ്റ് അല്ലേ? 50 രൂപ വരെയാണ്. ഗിഫ്റ്റ് വൗച്ചേഴ്സ് പ്രൊവൈഡഡ് ബൈ ആൻ എംപ്ലോയർ ആർ ഫുള്ളി എക്സംപ്റ്റ് ഇഫ് ദ വാല്യൂ ഈസ് ബിലോ 10,000. അത് തെറ്റാണ്. അതിൻ്റെ ലിമിറ്റ് 5,000 ആണ്. 10 അല്ല, 5,000 rupees ആണ് കേട്ടോ. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരെ. ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്കൊരു ചോദ്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം റിലേറ്റഡ് വിത്ത് റിഗാർഡിംഗ് ലീവ് എൻകാഷ്മെന്റ്. Number 1, leave encashment received during the period of service is fully taxable for all employees. For non-government employees, the maximum exemption limit for leave encashment 25 lakhs. Government employees are fully exempt on leave encashment at the time of retirement. 1 and 2, 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. സോ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് എന്താ? ലീവ് എൻകാഷ്മെന്റ് റിസീവ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് സർവീസ് ഈസ് ഫുള്ളി ടാക്സബിൾ ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാവർക്കും ടാക്സബിൾ ആണ്. പീരീഡ് ഓഫ് സർവീസിൽ കറക്റ്റാണ്. ദെൻ ഫോർ നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് മാക്സിമം എക്സംഷൻ ലിമിറ്റ് ഇപ്പോൾ വരുന്നത് 25 lakhs ആണ്. ഉയർത്തിയിട്ടുണ്ട്, 25 ലക്ഷമാണ്. അതും കറക്റ്റാണ്. ഗവൺമെൻറ് എംപ്ലോയീസിന് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ആർ ഫുള്ളി എക്സംപ്റ്റ് ഓൺ ലീവ് എൻകാഷ്മെന്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. കറക്റ്റാണ്. റിട്ടയർമെന്റ് ടൈമിൽ ഇത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. 3ഉം കറക്റ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം കേട്ടോ. ഓൾ ആർ കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിലെ ഹെഡ്സ് അതിൽ സാലറീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പരമാവധി MCQs പ്രാക്ടീസ് ചെയ്യുക, കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തുക. എന്നാൽ മാത്രമേ നമുക്ക് ഒരു എഡ്ജ് കിട്ടുള്ളൂ, മെയിൻ ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കുള്ളൂ. നമ്മൾ MCQs ആൻഡ് മോക്ക് ടെസ്റ്റ് അതിന് മാത്രമായിട്ടുള്ള ബാച്ച് കൊടുക്കുന്നുണ്ട്. ക്രാഷ് ബാച്ചും അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.